തയ്യാറാക്കുന്നത് ചക്ക കൂഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അപ്പോൾ ഞാനത് ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി എടുക്കുക, അതിനാണ് ടേസ്റ്റ് കൂടുതൽ. ചെറിയുള്ളി സവാള എടുക്കുക, അത് നന്നായിട്ടൊന്ന് അരിഞ്ഞു വയ്ക്കുക. പിന്നെ വേണ്ടത് തേങ്ങാക്കൊത്താണ്, അതും കുറച്ചധികം എടുക്കുക. പിന്നെ ഒരു 6-7 ചക്കക്കുരു, അതിൽ കൂടുതൽ വേണമെങ്കിലും ഇടാം, അതും ഒന്ന് ചെറുതായിട്ട് അരിയുക. പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം കടുകിടാം. കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും പിന്നെ ചെറുതായി അരിഞ്ഞ് ചക്കക്കുരുവും കൂടി ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങാക്കൊത്ത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചെറു തീയിൽ വഴറ്റുന്നതാണ് നല്ലത്. ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി, ഇവിടെ ഞാൻ 1-1.25 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് എടുക്കാം. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി, ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചക്കക്കൂഞ്ഞും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുക.
ഇനി ഇതിലേക്ക് ഇത് വെന്ത് വരാൻ ആവശ്യമുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇളക്കാൻ ഇച്ചിരി പാടാന്ന് തോന്നുന്നു. എൻ്റെ പാത്രം അല്പം ചെറുതായിപ്പോയി. സാരമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കൊണ്ട് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക. വേണമെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇതൊന്ന് ചതച്ചെടുത്താൽ മതി, അരച്ചെടുക്കണ്ട. അപ്പം ഞാനതൊന്ന് ചതച്ചിട്ട് വരാം. അതുപോയി ഇതിലേക്ക് അല്പം ജീരകം കൂടി ചേർക്കണം. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. ചക്കക്കൂഞ്ഞ് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച ജാറിൽ തന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് അതുകൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മൂടി വയ്ക്കാമെന്ന് പറയും. എന്താ പറയുക, എല്ലാം കൂടി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് ആക്കി വെച്ചിട്ട് അടച്ചു വെക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കണം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. ഒരുപാട് വെള്ളം വറ്റിക്കേണ്ട, ചെറിയൊരു നനവോടുകൂടി ഇരിക്കണം. നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇപ്പോൾ എന്ത് വേണേലും കഴിക്കാം. ഇപ്പോൾ വെജിറ്റേറിയൻ ആയവർക്ക് പറ്റിയൊരു നാടൻ വിഭവമാണിത്. സാധാരണ സോയ ഇതൊക്കെ നമ്മൾ ബീഫൊക്കെ വയ്ക്കണ പോലെ അതിൻ്റെ അത്രയും വരില്ലെങ്കിലും ഏകദേശം അതിൻ്റെ ഒരു ടേസ്റ്റിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചക്കക്കൂഞ്ഞ് തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും വീട്ടിൽ ചക്കയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പുതിയ ആളുകളാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.